പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഗെയിമാണ് മീഡിയം. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവം എന്ന് മനസ്സിലായി കാണും, ഇല്ലെങ്കിൽ വഴിയെല്ലാം മനസ്സിലാവുന്നതായിരിക്കും ഗൈസ്. എന്തോ ഒരു ദേഹണ്ണക്കാരന്റെ വേഷത്തിലാണ് ഒരു കൈലിയുടെ കുറവേ ഉള്ളൂ. എന്റെ അടുത്ത കാണുന്ന അപ്പൊ ഇന്ന് ഇത് ഉപയോഗിച്ചായിരിക്കും ഗൈസ് നമ്മൾ ഇന്ന് ചലഞ്ച് നടത്താൻ പോകുന്നത്. ഇതായിരിക്കും, ഇത് വെച്ചായിരിക്കും നമ്മൾ കഴിക്കാൻ പോകുന്നത്. കണ്ണാപ്പ. ശരിയാ, ഇത് സ്പൂൺ, ഇത് കണ്ണാപ്പ. ഇത് വെച്ച് കഴിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പൊ ഇത് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ട്. വിഷമിക്കണ്ട, കാണോ വെള്ളം വായ കയറും. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വിട്ടിട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഗെയിം ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. സംഭവം 3 ഗ്ലാസ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ബോൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കാലി കൊന്ന ഗ്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ബോൾ ഫില്ല് ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. അവരായിരിക്കും ഗൈസ് വിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതെന്റെ ഗ്ലാസ്. എനിക്ക് ഓർഡർ ചെയ്യുന്നത് 1 2 3 സ്റ്റാർട്ട്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ക്ഷമ വേണം, ക്ഷമ. ഓക്കെ, ഒറ്റക്കാലി പോണതായി പോടാം. അപ്പൊ ഗൈസ്, പ്രവീണ് ജയിച്ചിട്ടുണ്ട് കേട്ടോ. ജയിച്ച ആൾക്ക് സെലക്ട് ചെയ്യാം ഏത് സ്പൂണാണ് വേണ്ടത്. വലുതാണ് വേണ്ടെങ്കിൽ നിനക്ക് വലുത് സെലക്ട് ചെയ്യാം, ചെറുതാണ് വേണ്ടെങ്കിൽ ചെറുത് സെലക്ട് ചെയ്യാം. പക്ഷെ കാര്യമില്ല, ഫുഡ് ഏത് വെക്കുന്നത് നമ്മ തീരുമാനിക്കും. എനിക്ക് ഇപ്പൊ സെലക്ട് ചെയ്യാം. മീഡിയം. എനിക്ക് ഇത് മതി. അച്ഛനും തവ. അപ്പൊ ഗൈസ്, ഇന്ന് തകർക്കും. ബിന്ദു തീരുമാനിക്കുക അവർക്ക് എന്തൊരു കൊടുക്കണോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം കഴിഞ്ഞ് നമ്മൾ ഫുഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അമ്മ ഫുഡ് എടുത്തിട്ട് വരൂ. തവയൊക്കെ പിടിച്ചോണ്ടിരിക്കുക. അച്ഛന് തീരെ ക്ഷമയില്ല. നീ നല്ല സാധനമാണ്. ഇതില് കോരാക്കിട്ട സാധനം എടുക്കാം. ഞാൻ ഐശ്വര്യത്തിന്റെ പ്രതീകം ഞാൻ തുറക്കാം. തോറ്റ് തൊപ്പിയിട്ടെന്ന് ചെയ്യടാ. അത് പറ്റി എനിക്ക് തിന്നുന്നത് എനിക്കൊന്ന് കാണണം. എനിക്ക് കുഞ്ഞതായിട്ട് എനിക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഞാനാണല്ലോ. നീയൊക്കെ എന്തിനാ പറഞ്ഞേ? ഇനി കോരുന്നതിന് ഗമ്മാൻ ഒപ്പ് തോന്നണ്ട. ഇതിനകത്ത് കുറേശ്ശെ കേറുന്നുള്ളേ. ഇനി ചെറുത് കിട്ടൂല. അതിൽ ഒരു ചെറിയ സ്പൂൺ കിട്ടോട്ടെ കുറച്ച്. പക്ഷേ ഇനി കിട്ടൂല പോലെ. ഇനി ഇറങ്ങുന്നില്ല. ഞങ്ങളുടെ പച്ച കോരി കേട്ടാ. വലിയ തവി കിട്ടിയവർക്കുള്ള ഒരു പണിയായി. ഇത് കിട്ടൂല. അച്ഛന്റെ ഗെയിം ഓവർ. എനിക്ക് കോരുന്നൊന്ന് കാണണം. അളമ്പുകളി തവി അങ്ങനെയല്ല പിടിക്കാറുള്ളേ, അതിന്റെ സ്പൂണിന്റെ വാലില്. അച്ഛൻ കോരി എങ്ങനെയല്ല ഇവിടെ പിടിക്കണം പോരാ. അത് പറ്റത്തില്ല. ഇവിടെ ഫുഡ് ഇത് പൊട്ടിച്ചത് ഇവിടെ കീറി. കളിയാണ് ഇത്.
അടിയിൽ കൂടെ നോക്ക്, അടിയിൽ പോന്ന്, അടിയിൽ നോക്ക്. അത് പോട്ട് അങ്ങനെ പിടിക്കാൻ പറ്റും. ഇങ്ങനെ പിടിക്കാമേ. ഇങ്ങോട്ട് വാ, അച്ഛനൊന്ന്. ഇതിനകത്ത് കണ്ടോ എന്തോ അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ കോരി എടുത്തത് അച്ഛനാണ്. ഐസ്ക്രീം കഴിക്കുമ്പോൾ നാക്ക് കഴിയുന്നില്ല. കേട്ടാ കുറേശ്ശെ കഴിക്കണം കേട്ടോ, കുറേശ്ശെ കഴിക്കുമ്പോ തിരിയും. അത് വിടാൻ പറ്റത്തില്ല, വേസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒന്നും നമ്മള് പറഞ്ഞില്ല അത്ര കോരി എടുക്കാൻ. നമ്മള് പറഞ്ഞില്ല ഫുഡ് വേസ്റ്റ് പറ്റില്ല. ഐസ്ക്രീമിന്റെ ഡപ്പ പൊട്ടിച്ചു. ഡപ്പ പൊട്ടിച്ച് ഐസ്ക്രീം ആണ് നല്ല വെയിറ്റ് പോവാ. അത് വേണ്ട. ഇങ്ങനെ പിടി ശരിയാണ്. എന്റെ പൊന്നു ഗായ്സ്, അടിപൊളി വെയിറ്റ് ഉണ്ട്. നോക്ക് പിടിച്ചു പോയി. ഇതിന്റെ അച്ഛൻ ആദ്യം ഇതിന്റെ അച്ഛൻ കഴിക്കാൻ പാടാ. എങ്ങനെ കഴിക്കുന്നത്? അപ്പൊ guys, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കേ, നെക്സ്റ്റ് റൗണ്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലെ ഗെയിം ഇവിടെ ആരംഭിക്കാനായിട്ട് പോവാണ്. നമ്മളവിടെ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, കയ്യിൽ ബലൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം നേരെ വായിലോട്ട് കൊള്ളുക, ബലൂണിൽ നിറയ്ക്കുക, നേരെ ഗ്ലാസ്സിലോട്ട് ഫില്ല് ചെയ്യുക. ആരാണ് ആദ്യം ഗ്ലാസ് ഫിൽ ചെയ്യുന്നത് അവരായിരിക്കും വിൻ ചെയ്യുന്നത്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? Yes, I understand. മമ്മി, യു അണ്ടർസ്റ്റാൻഡ്? ഓക്കേ. ഞാൻ പൊസിഷൻ മാറ്റിയാണ്. 3, 2, 1, go. Yes. കൊച്ചേ, കൊച്ചു ഞാൻ കണ്ടില്ല. ഇതിന്റെ അച്ഛൻ കണ്ട ഇങ്ങനെ നോപ്പല്ലേ കൊച്ചു കണ്ടോ ഇങ്ങനെ പിടിക്കും. ഞാൻ അങ്ങനെ പിടിച്ചിട്ടാ ഫില്ല് ചെയ്തത്. അതാ ഇവർക്ക് അതിന്റെ ട്രിക്ക് അറിയില്ല. ഞാൻ trick വെച്ച് പിടിച്ചു. Guys, I am the winner of the India, സുഹൃത്തുക്കളെ. എനിക്ക് വേറൊരു കാര്യം ഇപ്പൊ ഓർമ്മ വരുവാണ്. ഒരാൾ കഴിഞ്ഞ ഗെയിമിൽ പറഞ്ഞായിരുന്നു ഞാനുള്ളപ്പോ നീ വിജയിക്കത്തില്ലെന്ന്. പറയാനുണ്ടോ? നീ ജയിച്ചില്ലല്ലോ. ഉണ്ടോ? നീ ജയിച്ചില്ല. ഞാൻ ഒരു ജയിച്ചില്ല. എവിടെ? ഫസ്റ്റ് ഞാനാ ജയിച്ചത്. ഇനി ഗെയിം ഉണ്ടല്ലോ. ഇതാ ഞാൻ അന്നും പറഞ്ഞത്, ഇനി ഗെയിം ഉണ്ടല്ലോ. വീണ്ടും എടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഗൈസ് സെലക്ട് ചെയ്തോ. ആണെങ്കിൽ ഇത് മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്കാണേ. അപ്പൊ ഞാൻ ബിഗ് എടുത്തു. ബിഗ് എന്നാ മീഡിയം. ഓക്കെ, ഫുഡ് വരട്ടെ. ആയുധം വെക്കട്ടെ. ആയുധം. Guys, ready? 1, 2, 3, start. മന്തി നോക്ക്. എങ്ങോട്ട് മാറ്റി അതിന്റെ വാലറ്റത്താ പിടിക്കാനുള്ള അങ്ങനെ. അയ്യോ, പണി എന്ന് പറയുന്നത് ഞാൻ ചിക്കൻ എങ്ങനെ തിന്നും? അയ്യോ, ഇതിനകത്ത് കേറുന്നില്ല. ഞാൻ മീഡിയം എടുത്താ മതിയായിരുന്നു. ഇത് നോക്ക്. കൂട്ടുകാരി ചിക്കൻ വെച്ചുവേ. കൊച്ചുവിനാ പണി കേട്ടോ. തരൂല, തരൂല. ഇപ്പൊ പ്രവീണ് ഓരിക്കൊണ്ടു അതാണ് വേണ്ട, അതാണ് വേണ്ട. ഒരു ഫുഡേ ഉള്ളൂ, എല്ലാവർക്കും അവകാശമുണ്ട് ഫുഡില്. ഞാൻ തിന്നില്ലെങ്കിൽ നീയും തിന്നൂട്ട. തരൂല. കൈ മാറ്റി പിടിക്കാമോ? Guys, ഇത് നോക്ക്. ഉറുമ്പ് വരെ ഇതിനെക്കാട്ടി കൂടുതൽ തിന്നും. നേരം വെളുക്കും. അല്ല, ചോറിനുണ്ട്. ചോറിനത് വെക്കണല്ലേ? ഒന്നല്ലേ ഉള്ളൂ. തരൂല. അച്ഛ ചോറ് എടുക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് താത്തു വെച്ചു. ആ ഗ്യാപ്പ് ഞാൻ തൂക്കി. അണ്ണി ഇപ്പൊ കൊണ്ടുവരാൻ ഇതുവഴി ചിക്കൻ പോരാ, അല്ല റൈസ് പോരാ.
അപ്പൊ ഗൈസ് മടുത്ത് കേട്ടോ. കൊച്ചുവാണ് ഗെയിം ജയിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ കഴിച്ചത് അച്ഛനാ. സീരിയസ്ലി കഴിച്ചു. ഇത് വെച്ച് ഭയങ്കര പാടാട്ടോ. ഇത് ഭയങ്കര ഹെവി, കൈ വേറെ എടുക്കുന്നു. വളരെ മികച്ചൊരു ഗെയിമായിരുന്നു സുഹൃത്തുക്കളെ. ഗോയിങ് ടു നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഗൈസ് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിന്റെ ഗെയിമിലൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതാണ് ഓറിയോ ഗെയിം ഗൈസ്. നമ്മൾ ഇന്നൊരു ഓറിയോ ടവർ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് വെറും കൈ കൊണ്ടല്ല, ചോപ്സ്റ്റിക് വെച്ചിട്ട് ഇതാണ് നമ്മൾ ഇങ്ങനെ ഓറിയോ ടവർ ഉണ്ടാക്കണം. അതും 1.5 മിനിറ്റിൽ. 1.5 മിനിറ്റേ ഉള്ളൂ ഗൈസ്. ഈ 1.5 മിനിറ്റ് കൊണ്ട് ആരാണോ ഏറ്റവും കൂടുതൽ ഓറിയോ ബിസ്ക്കറ്റ് വെക്കുന്നത് അവര് വിൻ ചെയ്യും. അത്രേ. ഓക്കെ 3 സ്റ്റാർട്ട്. ഓടിക്കൊണ്ടിരിക്കുന്നു. ജയിക്കോടെ കുട്ടി. അച്ഛൻ വിഷയോടെ വെച്ച് പോണു. അച്ഛന്റെ ടവറൊന്നും അങ്ങനെ പൊളിയൊന്നുമില്ല. വെക്കാൻ നോക്കത്തില്ല. 9 വെച്ച് 9 ഓറിയോ ബിസ്ക്കറ്റ് ആണ് ഗൈസ് അച്ഛൻ വെച്ചത്. ടൈം സ്റ്റാർട്ട്. അടിയുടെ ഇടിയുടെ വെടിപൂരം. എവിടുന്ന് അവരത് പിടിക്കാൻ പോലും നേരെ നാലെണ്ണം ഗൈസ്. 4. ടൈം സ്റ്റാർട്ട് നൗ. അയ്യോ ഇത് പറ്റുള്ളൂ. പാടാണ്. ഒരെണ്ണം. ഇത് നേരെ വെക്കാമോ? 30 സെക്കൻഡിനുള്ളിൽ കറക്റ്റ് വെക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നിന്നെ പൊട്ടിക്കണോടാ. അത് നേരെ എടുത്ത് പോയി എനിക്ക് വെച്ചോ കുഴപ്പമില്ല. വെച്ചോടാ. 3, 4, 5 എന്നെ പറഞ്ഞേ അത് പറയാനായിട്ട് വിങ്ങിയിരിക്കായിരുന്നു. ഈക്വൽ ആണ് ഇന്ന്. ഞാൻ ഒരു കളി ജയിച്ചു, അച്ഛൻ ഒരു കളി ജയിച്ചു, ഞാനൊരു കളി. അപ്പൊ ഗൈസ് അങ്ങനെ ഗെയിമിൽ അച്ഛൻ വിൻ ചെയ്തിരിക്കുന്നു കേട്ടോ. എന്റെ ഒരു ആഗ്രഹം അച്ഛൻ ഫുള്ള് കളി തോക്കണമെന്നായിരുന്നു. അച്ഛൻ ഒരു കളി ജയിച്ചു. സത്യം പറയാം ഭയങ്കര ടഫാണ്. അത് കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും അത് ചോപ്സ്റ്റിക് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. എനിക്ക് ഞാൻ നിന്നെ കട്ടി മെച്ചമുണ്ടായിരുന്നല്ലേ. ശരിക്കും പറ്റില്ല. അപ്പൊ ഗൈസ് സെലക്ട് ചെയ്തോ. ഒന്ന് മാറ്റി പിടിക്കാം. ഇത് ഉപയോഗിച്ചു ഇപ്പൊ ചെറുത്. അപ്പോ അടുത്ത എന്റെ ഞാൻ ഇതുവരെ ഇതെടുത്തില്ല. അപ്പൊ ഐ ഗോട്ട് ദിസ്. ഞാൻ എന്റെ ആയുധം എടുത്തു. അപ്പൊ എനിക്ക് ലാസ്റ്റ് വെച്ചിരിക്കുന്നത് ഫുഡ് വരട്ടെ. ഞാൻ തീരുമാനിക്കും എന്ത് തിരിഞ്ഞിരിക്കും. ഓ എത്ര കോരിയാലും വെളിയിൽ പോകാൻ പാടില്ല. അതെല്ലാം വായിക്കണം. എടുത്താ മതിയായിരുന്നു. കേറത്തില്ല. അത് കേറും. ഞാൻ കാണിച്ചു തരാം. ഞാൻ കേറും. ഞാൻ വേണേ സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാൻ വേണം. അത്ര നമുക്ക് ഗെയിം നിർത്തിയാലോ? അച്ഛൻ ചെറുതെടുത്തിട്ട് ഓടിയാ. നല്ല ഉണ്ടല്ലേ. ട്രൈ ചെയ്യട്ടെ.
തിന്നോളൂ. അല്ല മുളക് തന്നെ നല്ല സുഗന്ധം കിട്ടും. പറ്റിച്ചേ. Run. ഞാൻ ചവച്ചാരിച്ചു. Hey guys, ഒടുക്കത്തെ എരി സംസാരിക്കാൻ പോയി വയ്യ. ഔട്ടർ എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഒരു ചുരുണ്ട് കൂടണം കാര്യം സംസാരിക്കാനും വയ്യ. അപ്പൊ എന്തായാലും ലാസ്റ്റ് വന്നിട്ട് 8ന്റെ പണിയായിട്ടോ അമ്മ വന്ന് കിട്ടില്ല പണി. അച്ഛനാണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. എന്താ കാണിക്കുന്ന